ഞാൻ ഉൾപ്പെടെയുള്ള സമൂഹത്തിൽ ഒരു പ്രശ്നമുണ്ട്. ഒരു സ്ത്രീ കുറ്റം ചെയ്തു കഴിഞ്ഞാൽ ആ സ്ത്രീ എന്തോ വലിയ അപരാധം ചെയ്തു, അതായത് ഒരു പുരുഷ കുറ്റവാളിയും ഒരു സ്ത്രീ കുറ്റവാളിയും സമൂഹം രണ്ടായിട്ടാണ് നോക്കിക്കാണുന്നത്. ഒരേ ലെവലിലുള്ള കുറ്റകൃത്യമായിരിക്കും ചെയ്യുന്നത്. അതിന് കുഴപ്പം എന്താ? നമ്മുടെ സമൂഹത്തിൻ്റെ കുഴപ്പം നമ്മുടെ സമൂഹത്തിൻ്റെ കാഴ്ചപ്പാടിൻ്റെ ഡിഫറൻസാണ്. കാരണം സ്ത്രീ എപ്പോഴും നമ്മുടെ സീരിയലിൽ കാണുന്ന പോലെ കണ്ണീർ കഥാപാത്രങ്ങളാണ്. സ്ത്രീ എപ്പോഴും ത്യാഗത്തിൻ്റെ പ്രതീകമാണ്, വാത്സല്യത്തിൻ്റെ പ്രതീകമാണ്, വിട്ടുവീഴ്ചയുടെ പ്രതീകമാണ്, അമ്മയാണ്, സഹോദരിയാണ്. അവൾ എപ്പോഴും ആർക്കൊക്കെയോ വേണ്ടി എന്തൊക്കെയോ ചെയ്യാൻ കടപ്പെട്ടിരിക്കുന്നവളാണ്. അതുകൊണ്ട് തന്നെ അങ്ങനെയുള്ള ഒരു ത്യാഗത്തിൻ്റെ പ്രതീകമായ സ്ത്രീ ഒരിക്കലും ഒരു ക്രൈം ചെയ്യാൻ പാടില്ല എന്നാണ് നമ്മുടെ സൊസൈറ്റി കരുതുന്നത്. ആ കാഴ്ചപ്പാടിൽ നിന്നാണ് ഒരു സ്ത്രീ ക്രിമിനലായി മാറുമ്പോൾ അല്ലെങ്കിൽ ഒരു ക്രിമിനൽ കുറ്റകൃത്യം ചെയ്യുമ്പോൾ സമൂഹത്തിന് അത് അംഗീകരിക്കാനോ ക്ഷമിക്കാനോ കഴിയുന്നില്ല എന്നുള്ളത്. ഇതിന് വലിയൊരു ഉദാഹരണമാണ് ജയിൽ വിമുക്തരായി വരുന്ന സ്ത്രീകളെ സമൂഹം ഉൾക്കൊള്ളുന്നില്ല എന്നുള്ളൊരു പ്രശ്നം. ഒരു സ്ത്രീ ജയിൽ ശിക്ഷ അനുഭവിച്ച് പുറത്തു വരികയാണ് എങ്കിൽ ഒരു പുരുഷൻ നിങ്ങൾ കാണാം, സിനിമയിലൊക്കെ കാണുന്നതിൽ വളരെ ഞെളിഞ്ഞു നിൽക്കുന്ന ഒരു പുരുഷനെ അവനെ പിന്നീട് ഭയഭക്തി ബഹുമാനത്തോടെ ആരാധിക്കുന്ന സമൂഹവുമാണ് നമുക്കുള്ളത്. പക്ഷെ ഒരു സ്ത്രീ കടന്നു വരികയാണ് എങ്കിൽ അവളെ എറിഞ്ഞോടിക്കുന്ന കല്ലെറിയുന്ന പുരുഷന്മാരെ അല്ലെങ്കിൽ സ്ത്രീകൾ ഉൾപ്പെടെ സമൂഹത്തെയുമാണ് കാണുന്നത്. എന്തുകൊണ്ടാണ് ഈ ഡിഫറൻസ്? സ്ത്രീ ഇതൊന്നും ചെയ്യാൻ പാടില്ല. ഒരിക്കലും അവൾ എന്തുകൊണ്ട് ഇത് ചെയ്തു എന്ന് നമ്മൾ ചിന്തിക്കുന്നില്ല. പകരം സ്ത്രീ എന്ന് പറയുന്നത് മാതാവാണ്, ക്ഷമയുടെ മൂർത്തിപൊരു ഭാവമാണ്. ഇതൊന്നും ചെയ്യാൻ പാടില്ല. അപ്പം സ്ത്രീയെ ആ രീതിയിലാണ് കാണുന്നത്. എന്നാൽ ഈ സ്ത്രീ കുറ്റവാളികൾ, ജയിലിൽ കിടക്കുന്ന കുറ്റവാളികളെല്ലാം ഹീനമായ കുറ്റകൃത്യങ്ങൾ ചെയ്ത സ്ത്രീകളാണോ എന്ന് ചോദിച്ചാൽ ഞാൻ ഒരിക്കലും അതിനോട് യോജിക്കുന്നില്ല. പലപ്പോഴും അവർ ചെയ്യുന്ന ക്രൈമുകളുടെ ഗ്രാവിറ്റി എന്ന് പറയുന്നത് പുരുഷന്മാർ ചെയ്യുന്ന ഒഫൻസിനേക്കാളും ഗ്രാവിറ്റി കുറവാണ്. പിന്നെ മറ്റൊരു കാര്യം എന്ന് പറയുന്നത് എത്രമാത്രം ഡേറ്റ ഉണ്ട് എന്ന് ചോദിച്ചാൽ എനിക്കറിയത്തില്ല. ഒരു പ്രാക്ടിക്കൽ നോളജിൻ്റെ അടിസ്ഥാനത്തിൽ പറയുകയാണ്, നമ്മൾ നടത്തിയ പഠനത്തിൽ നമ്മൾ കണ്ട സ്ത്രീകളിൽ വെച്ച് നോക്കുമ്പോൾ സെക്ഷൽ ഒഫൻസിന് അല്ലെങ്കിൽ അതുപോലെ ക്രൈം എഗൻസ്റ്റ് ചൈൽഡ് എന്ന് പറയുന്ന രീതിയിലുള്ള ഒഫൻസസ് കമ്പാരിറ്റീവ്ലി കുറവാണ്. ഒഫൻസസ് റിലേറ്റഡ് ടു ഫിനാൻസ് അല്ലെങ്കിൽ മറ്റേ നാർക്കോട്ടിക്സ് അല്ലെങ്കിൽ മറ്റൊരാൾക്ക് വേണ്ടി ട്രാപ്ഡായിട്ട് പല സ്ത്രീകളും ഒഫൻസ് ചെയ്യുക, അല്ലെങ്കിൽ ഡ്രഗ് ട്രാൻസ്പോർട്ടേഷൻ, അല്ലെങ്കിൽ ഗോൾഡ് സ്മഗ്ലിംഗ്, ഇതിനൊക്കെ ഒരു ക്യാരിയേഴ്സായിട്ട് നമ്മുടെ സ്ത്രീകൾ മാറുന്നത്. ഇതൊക്കെയാണ് നമ്മളുടെ ഒഫൻസസ് നമുക്ക് കൂടുതൽ. ഈവൻ തെഫ്റ്റ്, ഇത്തരം ഒഫൻസസ്സാണ് നമുക്ക് കൂടുതലായിട്ട് കാണുന്നത്. മറ്റുള്ളത് കമ്പാരിറ്റീവ്ലി ആക്ച്വലി കുറവാണ്. പിന്നെ വേറൊരു കാര്യം എന്ന് പറയുന്നത്, നിങ്ങൾക്കറിയാം സെക്ഷൽ ഒഫൻസ് എഗൻസ്റ്റ് ദി ചൈൽഡ് ആൻഡ് വിമൻ എന്നുള്ള നമ്മുടെ പുതിയ നിയമപ്രകാരം ആ നിയമത്തിനകത്ത് കൃത്യമായൊരു വകുപ്പ് പറയുന്നുണ്ട്. ഒരാൾ യഥാർത്ഥത്തിൽ ആ സംഭവം നടന്നിട്ടില്ല, പക്ഷേ കള്ളത്തരത്തിൽ മറ്റൊരാളെ കൊടുക്കുന്നതിന് വേണ്ടി ഒരു കുഞ്ഞിനെ ഒരു ടൂളായിട്ട് യൂസ് ചെയ്തുകൊണ്ട് എൻ്റെ കുഞ്ഞിനെ ഇന്നയാൾ ഉപദ്രവിച്ചു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കേസ് കൊടുക്കുകയാണ് എങ്കിൽ അത് തെറ്റാണെന്ന് കണ്ടുപിടിക്കുന്ന പക്ഷം ആ സ്ത്രീക്കെതിരെ അല്ലെങ്കിൽ ആരാണോ ചെയ്തത്, സ്ത്രീയോ പുരുഷനോ ഉണ്ടവർ, അവർക്കെതിരെ കേസ് രജിസ്റ്റർ ചെയ്യാൻ പറ്റും. 3 വർഷത്തിൽ കുറയാത്ത തടവ് ശിക്ഷ ലഭിക്കും. ഇതൊക്കെയാണ്. പക്ഷേ മൊത്തത്തിലെടുത്ത് 2012 മുതൽ ഈ 2026 വരെയുള്ള കണക്കെടുത്തുകൊണ്ട് നോക്കിയാൽ വളരെ കുറച്ച് FIRകൾ മാത്രമേ രജിസ്റ്റർ ചെയ്തിട്ടുള്ളൂ. അതിൻ്റെ റീസണും ഇതാണ്, പോലീസുകാരുടെ മനസ്സിലൊരു തോന്നലുണ്ട്, ഒരിക്കലും ഒരു അമ്മ ഇത്തരം കാര്യങ്ങളിൽ കള്ളം പറയില്ല, തൻ്റെ കുഞ്ഞിനെ ഒരു ടൂളായിട്ട് യൂസ് ചെയ്യില്ല. ഇതൊക്കെയാണ് ഇതിൻ്റെ ഒരു വശം എന്ന് പറയുന്നത്.